ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുറച്ച് സ്ക്രഞ്ചീസാണ്. കണ്ടോ, ഇത് ഞാൻ ചെയ്തെടുത്തത് നൈറ്റി ഇറക്കം കുറച്ചതിൻ്റെ ബാക്കി വെട്ടിയെടുത്ത ഭാഗം വെച്ച് ചെയ്ത സ്ക്രഞ്ചീസാണത്. തുണി വെറുതെ കളയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ കുട്ടികൾ വരുമ്പോൾ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ 10 രൂപ കിട്ടുന്ന ലെവലാണെങ്കിൽ അങ്ങനെ കച്ചവടം ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ തയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും തുണി തയ്ക്കാൻ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്കതൊരു സൈഡ് വരുമാനമായിട്ട് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭാഗ്യം പോലെ ഇരിക്കും. കഴിവ് മാത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭാഗ്യം കൂടെ നമ്മളെ തേടി എത്തണം. എത്രയോ ആൾക്കാർ ഈ സ്ക്രഞ്ചീസ് മാത്രം ഉണ്ടാക്കി നിറയെ വരുമാനങ്ങൾ കണ്ടെത്തുന്നു. അതുപോലെ ഹെയർ ആക്സസറീസ്. അപ്പോൾ ഞാൻ യൂട്യൂബ് കണ്ട് കുറേ ഹെയർ ആക്സസറീസൊക്കെ ചെയ്ത് കുറേയൊക്കെ പോയി, കുറേയൊക്കെ അതുപോലെ ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാം ഭാഗ്യം പോലെ ഇരിക്കും. അത് നോക്കുന്നവർ കൊള്ളാം, പക്ഷെ വില കൂടുതലാണ് അങ്ങനെ പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. വെറുതെ കൊടുത്താൽ എല്ലാവർക്കും സന്തോഷം. അങ്ങനെയുള്ളവരും ഉണ്ട് നമുക്കിടയിൽ. അത് നമ്മുടെ കൂടെ നടക്കുന്നവരാവാം, അല്ലെങ്കിൽ എന്താ പറയുക, അയൽവാസികളാവാം, നമ്മുടെ ബന്ധുക്കളാവാം, നമ്മുടെ സഹോദരങ്ങളാവാം, ആരെങ്കിലുമൊക്കെ കാണും അങ്ങനെ. എന്നാൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഇതൊന്നും മേടിച്ചേക്കാം എന്ന് കരുതി മേടിക്കുന്നവരും ഉണ്ട്. എല്ലാം ഒരു ഭാഗ്യം പോലെ. ഇപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ബാലൻസ് വരുന്ന തുണി കൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്തെടുക്കാൻ പറ്റും എന്നാൽ അതൊക്കെ ചെയ്ത് അതും ഒരു ചെറിയ വരുമാനം കണ്ടെത്തണം. സ്ക്രഞ്ചീസ് ഉണ്ടാക്കാം, പിന്നെ ചവിട്ടി കൊച്ചു പീസ് വെച്ച് ചവിട്ടി ഉണ്ടാക്കാം, പിന്നെ അതിലൂടെ തുന്നി ബാഗ് ഉണ്ടാക്കാം. ഞാൻ അങ്ങനെ ബാഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് വരുന്ന കെട്ട് തുണികൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണം. ഒന്നും വെറുതെ കത്തിച്ച് കളയരുത്, അതേ എനിക്ക് പറയാവുള്ളൂ. ഞാൻ ആദ്യമെല്ലാം നല്ല തുണികൾ കത്തിച്ച് കളയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി വെറുതെ അങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പില്ലോ കവർ അടിക്കാം, കുഷ്യൻ കവർ അടിക്കാം, അല്ലെങ്കിൽ കുഷ്യൻ അടിക്കാം. അങ്ങനെ എന്താ പറയുക, ടേബിൾ മാറ്റ് ഉണ്ടാക്കാം. പിന്നെ ചൂട് പാത്രങ്ങളൊക്കെ പിടിക്കാൻ പാകത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, നമുക്കത് ഉണ്ടാക്കാം. പിന്നെ മനോഹരമായ സ്ക്രഞ്ചീസ് ഉണ്ടാക്കണ്ട. ഇത് നൈറ്റി പീസാണെന്ന് ആരെങ്കിലും പറയുമോ? നമ്മൾ പറഞ്ഞാലല്ലേ അറിയുള്ളൂ ഇത് നൈറ്റി പീസാണെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കണം എല്ലാവരും. എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. ചെറിയ വരുമാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന വിശ്വാസത്തോടെ എല്ലാവരും ഇതിനായി ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. താങ്ക് യു.